കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ തമാശ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ട്രോൾ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന പരാമർശമാണ്. അത് കേരളം ഒരു ട്രോളായി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ വർത്തമാനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മാസങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിലെ PV അൻവർ MLA CPM-നെതിരെ, പ്രത്യേകിച്ചും പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനുമെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ അത് കേവലം വിമർശനങ്ങളല്ലെന്നും വസ്തുതാപരമായ വെളിപ്പെടുത്തലുകളാണ് എന്നും പാർട്ടിക്കും ഗവൺമെൻറ്റിനും ബോധ്യപ്പെട്ടപ്പോൾ അതിനെതിരെ അന്ന് പുറത്തെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് അൻവറിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നത്. അതോടുകൂടി ആ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുമെന്നാണ് CPM യഥാർത്ഥത്തിൽ വിചാരിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ മണ്ഡലം MLA കൂടിയായ ബഹുമാന്യനായ റിയാസ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ 2 തവണ അദ്ദേഹം ആ സമയം പത്രക്കാരെ കണ്ടു. ഒന്നാമത് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, ആരും അത് ഏറ്റെടുത്തില്ല. രണ്ടാമത് വീണ്ടും അദ്ദേഹം പത്രക്കാരെ കണ്ടുകൊണ്ട് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് അത് ഏറ്റെടുക്കാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങളിത് ചർച്ച ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പിന്നെ അദ്ദേഹം പത്രക്കാർക്ക് നേരെ രോഷാകുലനായി പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി പിന്നീട് ഓരോ സന്ദർഭങ്ങളിലും, അതിൻ്റെ മുമ്പും അങ്ങനെ തന്നെയാണ്, CPM-ഉം പാർട്ടിയും ഗവൺമെൻറ്റുമെല്ലാം പ്രതിരോധത്തിലാകുന്ന ഓരോ സന്ദർഭങ്ങളെയും അതിനെ മറികടക്കാനുള്ള സർക്കാരിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ വജ്രായുധം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ആവിക്കൽ തോട് മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം മുതൽ അങ്ങ് ആലപ്പുഴയിലുള്ള കരിമണൽ ഖനനത്തിനെതിരെയുള്ള സമരത്തിൻ്റെ പിന്നിൽ വരെ, ഗെയിൽ പൈപ്പ് ലൈനിനെതിരെയുള്ള സമരം മുതൽ കേരയിൽ പദ്ധതിക്കെതിരെയുള്ള സമരത്തിൻ്റെ പിന്നിൽ വരെ ജമാഅത്തെ ഇസ്ലാമിയാണ്. അല്ല, അങ്ങ് തൊട്ടടുത്തുള്ള ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വിപ്ലവമുണ്ടായപ്പോൾ അതിൻ്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. അവിടെയും നിന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുദബ്ബിറെ ആലം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് തോന്നുമാറുള്ള പരാമർശങ്ങളാണ് CPM-ൻ്റെയും പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ മാഷിൻ്റെയും ഒക്കെ നിരന്തരമായ പ്രസ്താവനകളിലൂടെ ഈ കഴിഞ്ഞ 1-2 മാസങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നുകൊണ്ട് ഞാനിത് സംസാരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. കാരണം കോഴിക്കോട് വെച്ചുകൊണ്ടാണ് ജയരാജൻ്റെ പുസ്തക പ്രകാശനം നടന്നത്. ആ പുസ്തകവും ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം? അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം ജമാഅത്തെ ഇസ്ലാമിയാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന സ്വഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആദ്യാവസാനം മുന്നോട്ട് പോയത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തുകൊണ്ടാണ്
ഇങ്ങനെ എല്ലാത്തിൻ്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന ഈ പരാമർശം CPM-ൻ്റെയും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബഹുമാന്യനായ ഷാക്കിർ സാഹിബ് ഇവിടെ സംസാരിച്ചത്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ. ഒരു കാലത്ത് ഇസ്ലാമോഫോബിയ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഇസ്ലാമോഫോബിയ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഹബ്ബായി നമ്മുടെ രാജ്യം 2014 മുതൽ സവിശേഷമായും മാറിക്കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 400 ബാർ എന്ന് പറയുന്ന പ്രഖ്യാപനവുമായി 400 സീറ്റിലധികം ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുമെന്നും അതുവഴി ഞങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാറ്റിയെഴുതുമെന്നും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അവർ അഭിമുഖീകരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് അവരുടെ കൈവശമുള്ള ക്യാപിറ്റൽ, എന്താണ് അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2014 മുതൽ കഴിഞ്ഞ 10 വർഷം വരെ 2024 വരെയുള്ള 10 വർഷക്കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് ഇന്നാലിന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വോട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിച്ച് ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവിടെ സംഘപരിവാർ ഈ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടവരാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഏകദേശം 160ഓളം വരുന്ന പൊതുപരിപാടികളിൽ പങ്കെടുത്ത് സംസാരിച്ചു. 160ലധികം വരുന്ന പൊതുപരിപാടികൾ. ആ 160ലധികം വരുന്ന പൊതുപരിപാടികളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം പ്രധാനമന്ത്രി ഞാനായിരുന്നു. ഈ രാജ്യത്ത് സാമ്പത്തികമായ ഇന്നാലിന്ന പുരോഗതികൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ സാമൂഹ്യപരമായ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ ത്യാഗപൂർവം പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇന്നതെല്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള വോട്ടർമാരോട് വോട്ട് ചോദിച്ചത്. മറിച്ച് എന്തായിരുന്നു അവർ പറഞ്ഞത്? എന്തായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളോട് നടത്തിയ പ്രഭാഷണം എന്താണ്? നിങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി എങ്ങാനും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളായ സ്ത്രീകളുടെ കെട്ടുതാലി ഊരിയെടുത്തുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അവർ കൊടുക്കുമെന്ന അത്യധികം ഭീകരമായ ഇസ്ലാമോഫോബിക്കായ പരാമർശം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള ജനങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് വോട്ട് ജിഹാദിന്റെ ഭാഗമായിട്ടാണ്. മുസ്ലിം സമൂഹം ഇവിടെ പെറ്റുപെരുകി ഒരുപാട് വലിയ ഒരു ജനതയായി മാറാൻ വേണ്ടി പോവുകയാണ്. ആ ഭീഷണിയിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സംഘപരിവാർ പാളയവും നമ്മൾ കണ്ടതാണ്. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശമുള്ള ഏക ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെയുള്ള, മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വംശീയമായ വിദ്വേഷത്തിന്റെ കനലുകൾ ആളിക്കത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു താല്പര്യവും അവർക്കുണ്ടായിരുന്നില്ല എന്നത് നമ്മൾ അനുഭവിച്ചതാണ്. ഇത് കേന്ദ്രതലത്തിൽ BJP-യുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും അവർ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തിയത് ഇത്തരം വംശീയ വിദ്വേഷത്തിന്റെ പരാമർശങ്ങളിലൂടെ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്തവരല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഇന്ത്യയുടെ മുസ്ലിം സമുദായത്തിന്റെ അഭിമാന കേന്ദ്രമായിരുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ
താടികൂടം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അതിൽ നിന്ന് നേടിയെടുത്ത ഊർജം കൊണ്ടാണ് അവർ അധികാരത്തിന്റെ കസേരകളിലൂടെ മുന്നോട്ട് പോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് BJP-യുടെ ചരിത്രമാണ്, BJP-യുടെ വർത്തമാനമാണ്. സംഘ് പരിവാർ അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് BJP-യുടെ പക്ഷത്തും RSS-ന്റെ ഭാഗത്തു നിന്നും ഇത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കേരളം ഭരിക്കുന്നത് BJP അല്ല, കേരളം ഭരിക്കുന്നത് സംഘ് പരിവാർ ഗവൺമെന്റ് അല്ല എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും CPM ഉൾപ്പെടെ പലപ്പോഴും പറയാറുള്ളത് ഇവിടെ സംഘ് പരിവാറിന് ഒരൊറ്റ MLA പോലും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം. ശരിയാണ്, യാതൊരു സംശയവുമില്ല. കേരളത്തിന്റെ നിയമസഭയിൽ സംഘ് പരിവാറിന് ഇന്നേ വരെ ഒരു തവണ ഒരു MLA ഉണ്ടായി എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി ചെല്ലാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മരുന്നിട്ട് കൊടുക്കുകയാണ്. മുസ്ലിം സമുദായത്തോട് നിയമസഭയുടെ അകത്ത് വെച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിന്റെ വേളയിൽ ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്ഡം ഗ്രൂപ്പിന്റെ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ പ്രചരണത്തിന്റെ ആളുകളെ ഇവിടെ RSS-ന്റെ ആളുകൾ ആക്രമിച്ചുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോ അത് നിയമസഭക്കകത്ത് ചർച്ച വന്നപ്പോ ആ ചർച്ചയെ ക്രോഡീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് നിങ്ങൾ RSS-ന് മരുന്നിട്ട് കൊടുക്കരുത് എന്നാണ്. യഥാർത്ഥത്തിൽ ആരാണ് RSS-ന് ഇവിടെ കേരളത്തിൽ മരുന്നിട്ട് കൊടുക്കുന്നത്? ആരാണ് BJP-ക്ക് വളരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഒരൊറ്റ ഉത്തരമാണ് രാഷ്ട്രീയ കേരളത്തിന് എന്ന് പറയാൻ സാധിക്കുക. അതിന്റെ ഉത്തരവാദിത്വം 100% CPM-ന് മാത്രമാണ്, മറ്റാർക്കുമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി ഇന്ന് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ആരാണ്, എങ്ങനെയാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് MP ആയി രാഷ്ട്രീയ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. ആരാണ് അതിന്റെ ഉത്തരവാദിത്വം? PV അൻവർ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാ. PV അൻവർ പറഞ്ഞത് മാത്രമല്ല, അത് ഇന്ന് രാഷ്ട്രീയ കേരളം ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. സുരേഷ് ഗോപിയെ MP ആയി കൊണ്ടുവരാൻ ഏറ്റവും പ്രധാനമായ കാരണമായി മാറിയത് CPM-ന്റെ ശക്തമായ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ആസൂത്രിതമായ ഇടപെടലുകളുടെ ഭാഗമായി തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ടാണ് എന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. അഥവാ ഇന്ന് RSS-ന് മരുന്നിട്ട് കൊടുക്കുന്ന, RSS-ന് വളരുവാൻ, BJP-ക്ക് വളരുവാൻ, BJP-ക്ക് രാഷ്ട്രീയ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ കൃത്യമായി CPM-ന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മുസ്ലിം ലീഗിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ തന്നെ കോഴിക്കോട് നടന്ന പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങിൽ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒരേപോലെയല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതൊരു പുരോഗമന പ്രസ്ഥാനമാണ്, അതൊരു തരത്തിൽ ഈ ഒരു സോഷ്യൽ റിഫോർമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണ്, അവർ ഭീകരവാദികളാണ്, അവർ തീവ്രവാദികളാണ്. അതുകൊണ്ട് രണ്ടിനെയും ഒന്നായി കാണാൻ പാടില്ല എന്ന് പറഞ്ഞ അതേ പിണറായി വിജയൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വന്നുകൊണ്ട് പ്രസംഗിച്ചത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് എന്നായിരുന്നു. എത്ര വലിയ മാറ്റമാ, എത്ര പെട്ടെന്നാ സംഭവിക്കുന്നത്. മാസങ്ങളുടെ മുമ്പ് രണ്ടും രണ്ട് പാർട്ടിയാണ് എന്ന് പറഞ്ഞ അതേ പിണറായി വിജയൻ തന്നെ പാലക്കാട് വെച്ചുകൊണ്ട് പറയുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണെന്ന് പറഞ്ഞത്. കഴിഞ്ഞ മലപ്പുറം ജില്ലാ CPM-ന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഒരുപക്ഷെ സംഘ് പരിവാർ പോലും ഇതുവരെ പറയാൻ മടി കാണിച്ചിട്ടുള്ള അത്യധികം നീചമായ, അത്യധികം അപകടകരമായ വർത്തമാനങ്ങളാണ് താനൂരിൽ നടന്ന CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് പരാമർശങ്ങൾ ഉണ്ടായത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാ.
മുസ്ലിം ലീഗിനെ ഉപദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഇല്ലാതാകുമെന്നാണ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനെങ്കിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു പിന്നെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ആ മാഗസിനിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പേരിൽ ഒരു ലേഖനം അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ലേഖനത്തിൽ എന്താ പറയുന്നത്? ഇവിടെ ഏറ്റവും വലിയ പാകിസ്ഥാന് വേണ്ടി വാദിച്ച ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. പാകിസ്ഥാന് വേണ്ടി ഒരു കാലത്ത് ഏറ്റവും ശക്തമായി വാദിച്ചത് മലപ്പുറം ജില്ലയാണ്. അന്ന് സീതി സാഹിബിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം വലിയ തോതിലുള്ള പാകിസ്ഥാൻ അനുകൂലമായ പരാമർശങ്ങൾ നടത്തിയത് എന്ന് കേരളത്തിൽ നിന്നുകൊണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാറല്ല, RSSന്റെ നേതാക്കന്മാരല്ല, ശശികല ടീച്ചറുടെ പ്രഭാഷണത്തിലൂടെയല്ല നമുക്കിത് കേൾക്കേണ്ടി വന്നത്. മറിച്ച് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പ്രഭാഷണങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും ഒക്കെ ഇത്തരം വികൃതമായ, അത്യധികം അപകടകരമായ ഈ രാജ്യത്ത് ഈ പറഞ്ഞ വർഗീയ ധ്രുവീകരണത്തിന്റെ ആടപ്പരപ്പുകൾ വർദ്ധിപ്പിക്കുവാൻ എല്ലാ സ്വഭാവത്തിലും പിന്തുണ നൽകുന്ന ഇത്തരം പരാമർശങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എന്താണ് അതിൻ്റെ കാരണമെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഷാക്കിർ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ തുടങ്ങിവെച്ച ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇവിടെ ഇതുവരെ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതുവരെ നടന്നിരുന്നതെങ്കിൽ ആ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെ പാഠങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പുതിയ ഒരു തലം ഇവിടെ പരീക്ഷിച്ച് വളരെ വിജയകരമായി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന സംഘപരിവാറിന്റെ നരേന്ദ്രമോദിയും അമിത്ഷായും തുടങ്ങിവെച്ച അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ നുകർന്നുകൊണ്ട് ഇനിയും ദീർഘകാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് CPM ഈ അപകടകരമായ കളികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ എന്തായിരിക്കും ഇതിന്റെ അനന്തരഫലം? ആർക്കാണ് ഇതിന്റെ ലാഭം കൊയ്യാൻ കഴിയുക? ഞാൻ പറയുന്നു, CPM എന്ന് പറയുന്ന കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പാർട്ടി ഒരു കാലത്ത് നമുക്കറിയാം 30 വർഷത്തിലധികം പശ്ചിമ ബംഗാൾ അടക്കി ഭരിച്ച ഒരു പാർട്ടിയാണ്. ത്രിപുരയിൽ ദീർഘകാലം നീണ്ടുനിന്ന ഭരണം നടത്തിയ പാർട്ടിയാണ്. പക്ഷെ ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പൊടി പോലും കാണാൻ സാധിക്കുകയില്ല. ഒരു MLA ഇല്ലാത്ത, ഒരു MP പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളായി ഈ പറയുന്ന 2 സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് മാറി എന്ന ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് CPM ഈ അപകടകരമായ കളിയുമായി കേരളത്തിൽ അവരുടെ അവസാനത്തെ ആണിയും അടിക്കുവാനുള്ള, അല്ലെങ്കിൽ അറബിക്കടലിന്റെ ആഴിയിലേക്ക് അവരെ എടുത്തെറിയപ്പെടുന്ന അവസാനത്തെ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയേണ്ടി വരികയാണ്. നമുക്കറിയാമല്ലോ എന്താണ് പശ്ചിമ ബംഗാളിൽ ഇന്ന് CPMന്റെ അവസ്ഥ. അവിടെ CPMന്റെ പാർട്ടി ഓഫീസുകളുടെ മുമ്പിൽ ഇന്ന് നിങ്ങൾക്ക് ചെങ്കൊടി കാണാൻ കഴിയുകയില്ല. ആ ചെങ്കൊടികൾക്ക് പകരം അവിടെ പാറിപ്പറക്കുന്നത് ഈ പറയുന്ന സ്വഭാവത്തിലുള്ള സംഘപരിവാറിന്റെ കാവ്യപതാകകളാണ്. അവിടെ CPMന്റെ ഓഫീസിനകത്ത് ഒരു കാലത്ത് പിന്നെ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രങ്ങൾ മറ്റുമൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതേപോലെ തന്നെ മാർക്സിസത്തിന്റെയും ഒക്കെ വക്താക്കളുടെ കാൾ മാർക്സ് ഉൾപ്പെടെയുള്ള, ലെനിൻ ഉൾപ്പെടെയുള്ള, എംഗൽസ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഇന്ത്യയിലെ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ പടങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അവിടെയുള്ള പാർട്ടി ഓഫീസുകളിൽ കാണാൻ സാധിക്കുകയില്ല. ആ പാർട്ടി ഓഫീസുകൾ സംഘപരിവാറിന്റെ ഓഫീസുകളായി മാറിക്കഴിഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം പോലും തിരിച്ചറിയാതെയാണ് ഇന്ന് കേരളത്തിൽ ഈ അപകടത്തിന്റെ കളിയുമായി അവർ മുന്നോട്ട് പോകുന്നത് എന്ന് എത്രയും വേഗം മനസ്സിലാക്കേണ്ട പാർട്ടി CPM ആണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കി ഈ കളി കളിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ആദർശമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പിന്നെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഇറങ്ങി വന്ന ഒരു പ്രസ്ഥാനമല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഓടി വിളിച്ചുകൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഒരു പാർട്ടിയല്ല. മറിച്ച് ഈ രാജ്യത്ത് വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തോടൊപ്പം നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ട് കഴിഞ്ഞ അതിൻ്റെ 75 വർഷക്കാലത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ട്രാക്ക് റെക്കോർഡ്സ് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തോടൊപ്പം നിരന്തരമായ സഞ്ചരിച്ച പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഏറ്റവും നന്നായി അറിയുന്നവർ CPM-മാണ്.
CPM അറിയാഞ്ഞിട്ടല്ല ഈ കളി കളിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി അറിയാഞ്ഞിട്ടല്ല. നേരത്തെ ഷാക്കിർ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ 10-30 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ ആനുകൂല്യം കൂടി പറ്റിക്കൊണ്ടാണ് അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ അവർ പറ്റിപ്പിടിച്ചിട്ടുള്ളതെങ്കിൽ അതെല്ലാം ഇന്ന് പൂർണ്ണമായി മറന്നുകൊണ്ട് നിങ്ങൾ ഈ തോതിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്, ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്, നിങ്ങൾ തലമറന്ന് എണ്ണ നേക്കുന്ന ഈ നിലപാട് കൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു ലാഭവും യഥാർത്ഥത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സാധ്യമാവുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടല്ല എങ്കിൽ അവശേഷിക്കുന്ന കേരളത്തിൽ പോലും നിങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എത്ര പെട്ടെന്ന് CPM തിരിച്ചറിയുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മാത്രമേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ സന്ദർഭത്തിൽ അതുമായി പറയാനുള്ളൂ. എത്രമാത്രം വലിയ അപകടം നിറഞ്ഞ പ്രസ്താവനകളാണ് പറയുന്നത്. അത് കേവലം ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, നമുക്കറിയാം കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയയുടെ പ്രചരണത്തിന് നേർക്ക് നേരെ ഒരു മുസ്ലിം ഐക്യനുണ്ടായാൽ മതി. ഏതെങ്കിലും ഒരു താടി വെച്ച് ഒരു മനുഷ്യനെ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു തലപ്പാവ് ധരിച്ച, അല്ലെങ്കിൽ ഒരു തൊപ്പി ധരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്കാർഫ് മഫ്ത ധരിച്ച ഒരു സ്ത്രീയെ മുന്നിൽ വെച്ചുകൊണ്ട്, ഒരു പുരുഷനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുവാൻ കേരളം വിട്ടുകഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ പെട്ടെന്ന് സാധിക്കും. പക്ഷേ കേരളത്തിൽ അത് അത്ര പെട്ടെന്ന് സാധിക്കുകയില്ല. കേരളത്തിൽ അത്ര പെട്ടെന്ന് ഒരു മുസ്ലിം ചിഹ്നത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ക്ലച്ച് പിടിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുന്നത് എന്ന് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തുപോയി ഒരുപാട് കാലം സ്വതന്ത്ര ചിന്തകനായി പ്രവർത്തിച്ചുകൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചയാൾ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ഒരാളുടെ സംഭവം. അയാളുടെ അനുഭവം പറയാൻ, ആ അനുഭവം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരുപാട് ശക്തമായ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരല്ല, മറിച്ച് മുസ്ലിം സമുദായത്തിനും ഇസ്ലാമിനുമെതിരെയാണ് ഞങ്ങൾ ആ പ്രചരണങ്ങൾ നടത്തിയിരുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് ഇന്ന് നമ്മൾ കേട്ട ഈ വീഡിയോകളിലൂടെ നമ്മൾ കേട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് CPM യഥാർത്ഥത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള, മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പൊതുബോധം ശക്തിപ്പെടുത്തുവാനുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്താൻ പറ്റുമോ അതെല്ലാം ഒന്നിന് പിറകെ മറ്റൊന്നായി നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രചരണങ്ങൾ ആരാണ് ഏറ്റുപിടിക്കുന്നത്? അങ്ങ് ആലപ്പുഴയിലെ പ്രതിഭ എന്ന് പറയുന്ന MLA, ആ MLAയുടെ മകൻ ഒരു കേസിൽപ്പെട്ടപ്പോൾ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽപ്പെട്ടപ്പോൾ, ആ കേസിൽപ്പെട്ട MLA മകന്റെ മാതാവ് കൂടിയായ MLA പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ആ പത്രവാർത്ത കൊടുത്ത, അല്ലെങ്കിൽ വാർത്ത കൊടുത്ത ഒരുപാട് ചാനലുകളുണ്ട്. ആ ചാനലുകളുടെ കൂട്ടത്തിൽ മീഡിയ വണ്ണിനെ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് അവർക്ക് ചില മതപരമായ താല്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അതിനെ മറ്റൊരു സ്വഭാവത്തിൽ പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രതിഭക്ക് ആരാണ് പിന്തുണ കൊടുത്തത്? ആരായിരുന്നു പ്രതിഭയ്ക്ക് പിന്തുണ കൊടുത്തത്? ആ പിന്തുണ കൊടുത്തതിൽ നമ്പർ 1 എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രന്റെ പിന്തുണ പ്രതിഭയ്ക്ക് കിട്ടുമ്പോൾ, അതേപോലെ തന്നെ ഇങ്ങനെ എന്തെല്ലാം നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആരെല്ലാം രംഗത്ത് വരുന്നുണ്ടോ അവർക്കെല്ലാം ഈ പറയുന്ന BJPയുടെ ഭാഗത്തു നിന്ന്, സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധത്തിലുമുള്ള പിന്തുണകൾ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരു പുതിയ ടെർമിനോളജി തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. എന്താണത്? CJP എന്ന് പറയുന്ന ഒരു പരാമർശം. എന്താണ് CJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CJP എന്ന് പറയുന്ന പരാമർശം എങ്ങനെയാണ് രൂപപ്പെട്ടത്? CJP എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകുമാറ് അവിടെ നടന്ന അങ്ങേയറ്റത്തെ നിഗൂഢമായ ഒരുപാട് രാഷ്ട്രീയ കളികൾ സംഘപരിവാറും CPM ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടാണ് അവിടെ UDFനെ പരാജയപ്പെടുത്തുവാനുള്ള പലവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങേയറ്റത്തെ മൃഗീയമായ, അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്ത വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചപ്പോൾ അന്നാണ് ഗോവിന്ദൻ മാഷ് ഒന്നാമതായി പറഞ്ഞത് അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. എന്തിനേറെ അതിന്റെ പിന്നെ വിജയരാഘവനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. വായ തുറന്നു കഴിഞ്ഞാൽ
പത്രസമ്മേളനം നടത്തുകയാണെങ്കിലും പ്രഭാഷണം നടത്തുകയാണെങ്കിലും പേനയെടുത്തുകൊണ്ട് എഴുതുകയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ആരോപണം ഉന്നയിക്കാതെ നാവനക്കാൻ കഴിയാത്ത CPM-ലെ ഒന്നാമത്തെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം A. വിജയരാഘവനാണെന്ന് എല്ലാവർക്കും അറിയാം. A. വിജയരാഘവൻ, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്സ് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയല്ല, മുസ്ലിം സമുദായത്തിന് നേരെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ചാപ്പകുത്തിയ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നമ്മൾ നമ്പറിട്ട് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ അവസാനിക്കാത്ത വിധം നിരന്തരമായി ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയമായ വിദ്വേഷത്തിന്റെ പരാമർശങ്ങൾ നിരന്തരമായി ആളിക്കത്തുന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് A. വിജയരാഘവനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അദ്ദേഹം പിന്നെ വയനാട് മാനന്തവാടിയിൽ വെച്ച്, സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇവിടുന്ന് ജയിച്ചു പോയത് എങ്ങനെയാ? ഇവിടെയുള്ള മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണയോടുകൂടി. ജമാഅത്തെ ഇസ്ലാമി എന്നല്ല അദ്ദേഹം പറഞ്ഞത്, പിന്നീട് ഗോവിന്ദൻ മാഷ് അതിനെ മാറ്റി പറഞ്ഞതാ. അതിന്റെ പിന്നിൽ ഇവിടെയുള്ള മുസ്ലിം വർഗീയവാദികളാണ്. 4 ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ഇവിടുന്ന് ജയിച്ചു പോയത് മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് കേരളത്തിന്റെ വോട്ടർമാരെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് കേരളത്തിന്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ കേരളം തിരിച്ചറിഞ്ഞതിന്റെ ബേജാറുകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് CPM ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ആ ബേജാറാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ എന്തും സംഭവിക്കുന്ന രാഷ്ട്രീയ മണ്ഡലത്തിൽ പിടിച്ചു നിൽക്കുവാൻ അവസാനത്തെ ചരണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ന ബേജാറോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരാമർശങ്ങളെ കേരളത്തിന്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം മുമ്പൊക്കെ എന്തെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെയുള്ള പത്രങ്ങളും ചാനലുകളും എല്ലാം പിന്നെ അതിന്റെ പിന്നാലെ കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ അടിയാധാരം തെരയുവാനുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ നടത്താറുള്ളത്. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ചിലർക്ക് ചില അജണ്ടകളുണ്ട്, അത് സംശയമൊന്നുമില്ല. ആ അജണ്ടകളുടെ മാധ്യമങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിന്റെ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന്റെ പിന്നിലെന്ന് ഒരു ചാനൽ ചർച്ചയിൽ CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ വെള്ളം കുടിപ്പിക്കുന്ന ചാനലുകളായി കേരളത്തിന്റെ ചാനലുകൾ പൊതുവെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് നമുക്കിന്ന് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പത്രമാധ്യമങ്ങളിലും ആ സ്വഭാവത്തിലുള്ള ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിലപ്പോഴെങ്കിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാവാം, കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം, ജമാഅത്തെ ഇസ്ലാമിയെ അരിക്കാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ നിരന്തരമായി പറയുമ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് എന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ തങ്ങളുടെ ഐഡന്റിറ്റിയും തങ്ങളുടെ നിലപാടുകളും തങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ അതിൻ്റെ മുന്നിൽ മങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെടുന്ന ചില കൂട്ടർ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ കത്തിക്കുവാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയ ഇസ്ലാമിന്റെ വക്താക്കളല്ല, ഞങ്ങൾ സാംസ്കാരിക ഇസ്ലാമിന്റെ വക്താക്കളാണ്. അങ്ങനെ ചിലർ പറഞ്ഞത് ഞങ്ങൾ രാഷ്ട്രീയ ഇസ്ലാമിന്റെ വക്താക്കളല്ല, ഞങ്ങൾ സാംസ്കാരിക ഇസ്ലാമിന്റെ വക്താക്കളാണ്. എന്താണ് ഈ സാംസ്കാരിക ഇസ്ലാം, എന്താണ് രാഷ്ട്രീയ ഇസ്ലാം? യഥാർത്ഥത്തിൽ ഇവിടെ മതരാഷ്ട്രവാദം എന്ന് ഉന്നയിക്കുമ്പോൾ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആരോപണമാണ്. യാതൊരു സംശയവുമില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു മതരാഷ്ട്രവാദമില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മതരാഷ്ട്രവാദം ഉന്നയിക്കുമ്പോൾ ഇസ്ലാമിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് രാഷ്ട്രീയമില്ലാത്ത ആരാധനാ കർമ്മങ്ങളുടെ നൂലാമാലകളിൽ മാത്രം കടിച്ചു തൂങ്ങി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. അതിനപ്പുറം രാഷ്ട്രീയ ഉള്ളടക്കമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സാമ്പത്തിക അച്ചടക്കമുള്ള, സാംസ്കാരിക അജണ്ടകളുള്ള, നാഗരിക സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള കരുത്തുള്ള, ധാർമ്മികതയുടെ എല്ലാ അജണ്ടകളും നടപ്പിലാക്കുവാൻ ശക്തിയുള്ള ഒരാദർശത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ
അതിനകത്തെല്ലാം ഉണ്ട്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് സാമ്പത്തിക കാര്യങ്ങളുണ്ട്, അതിനകത്ത് സാമൂഹ്യ ജീവിതമുണ്ട്, അതിനകത്ത് നാഗരികതയുണ്ട്, അതിനകത്ത് സംസ്കാരമുണ്ട്, അതിനകത്ത് ധാർമ്മികതയുണ്ട്, അതിനകത്ത് മൊറാലിറ്റി ഉണ്ട്, അതിനകത്ത് എത്തിക്സ് ഉണ്ട്, അതിനകത്ത് വാല്യൂസ് ഉണ്ട്, അതിനകത്ത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉൾച്ചേർന്ന ദൈവത്താൽ ഈ ലോകത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ദർശനത്തിന്റെ പിൻബലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതൊന്നുമല്ല ഇസ്ലാം. ഇതൊന്നുമല്ലാത്ത കേവലം ഒരു സാംസ്കാരിക അജണ്ടയിൽ മാത്രം മുന്നോട്ട് പോകുന്ന സാംസ്കാരിക ഇസ്ലാം എന്ന് പറയുന്ന പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ ആരാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക ശത്രുക്കളുടെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ വർഗീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു നല്ല മുസ്ലിം, ബാഡ് മുസ്ലിം, ഗുഡ് മുസ്ലിം എന്നവർ രണ്ട് ബൈനറികൾ ഉണ്ടാക്കിക്കൊണ്ട് ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള, സാമ്പത്തിക ഉള്ളടക്കമുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള, അതേപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇസ്ലാമിന്റെ വക്താക്കൾ ബാഡ് മുസ്ലിങ്ങളാണ്. അതേ എന്നാൽ കേവലം ചില ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മതം എന്ന് പറയുമ്പോൾ ആ മതത്തിന്റെ കള്ളികോളങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ഗുഡ് മുസ്ലിങ്ങളാണ് എന്ന സ്വഭാവത്തിൽ ഇവിടെ ബൈനറികൾ തീർക്കുമ്പോൾ ആ ബൈനറിയുടെ ഭാഗമായി രൂപപ്പെട്ട സാംസ്കാരിക ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ എല്ലാ മൂല്യങ്ങളെയും ഇസ്ലാമിന്റെ എല്ലാ ഉള്ളടക്കങ്ങളെയും പരിപൂർണമായി അപകടപ്പെടുത്തുന്ന പ്രയോഗമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായിട്ടോ ഇല്ലാതെയോ ഞങ്ങൾ സാംസ്കാരിക ഇസ്ലാമിന്റെ വക്താക്കളാണ് എന്ന് പറയുമ്പോൾ അത് വലിയ അപകടം പിടിച്ച പരാമർശമാണെന്ന് അവർ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കല്ല പരിക്ക് പറ്റുക, മറിച്ച് ഇസ്ലാമിനായിരിക്കും യഥാർത്ഥത്തിൽ പരിക്ക് പറ്റുക എന്ന് അത്തരം ആളുകൾ ഈ സന്ദർഭത്തിൽ തിരിച്ചറിയുന്നത് നല്ലതാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സമ്മേളനങ്ങളിൽ, അവരുടെ പ്രഭാഷണങ്ങളിൽ, അവരുടെ ലേഖനങ്ങളിൽ, അവരുടെ മുഖപത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന നെടുനീള ലേഖനങ്ങളിലും അതേപോലെ തന്നെ പ്രഭാഷണങ്ങളിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇതുപോലെയുള്ള പരാമർശങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയല്ല, മറിച്ച് ഇസ്ലാമിനെ തന്നെയാണ് എന്നവർ തിരിച്ചറിയുക എന്നതാണ് അവർ യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ നിരന്തരമായി നടത്തുമ്പോൾ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്, അവർ ഭീകരവാദികളാണ്, അവരാണ് കുഴപ്പമുണ്ടാക്കുന്നവർ, അവർ വലിയ തോതിൽ പ്രശ്നക്കാർ മാത്രമാണ്, ആ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവരെ ഈ രാജ്യത്ത് നിരോധിച്ചത് എന്ന സ്വഭാവത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു സമ്മേളനം തന്നെ മാറ്റിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ അപകടകരമായ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ കുറിച്ച് കാമ എന്ന ഒരക്ഷരം ഉരിയാടാതെ സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ, ലേഖനങ്ങൾ പറഞ്ഞവസാനിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം തിരിച്ചറിയാതെ പോകാൻ പാടില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ അത്തരം ആളുകളെ സൂചിപ്പിക്കാൻ ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുകയാണ്. കാരണം അത് ഇസ്ലാമിനെയാണ് അപകടപ്പെടുത്തുക. ഈ രാജ്യത്ത് ഒരുപാട് മസ്ജിദുകൾ അപകടത്തിന്റെ ഭീഷണിയിലാണ്. സംബാൽ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ പള്ളിക്ക് നേരെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ആ പള്ളിയുടെ സംരക്ഷണത്തിന് വേണ്ടി നിരപരാധികളായ 5 ചെറുപ്പക്കാർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്ന ആ സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാതെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഭീകരവാദികളാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് സംഘ് പരിവാർ പിടിമുറുക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളെയും മുസ്ലിം സമുദായത്തിന്റെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും വിരുദ്ധമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ബോധപൂർവം കൊണ്ടെത്തിക്കുവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഒന്നിനെ പിറകെ മറ്റൊന്നായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരാമർശങ്ങളെ കുറിച്ചൊന്നും, അത്തരം ഭരണകൂടത്തിന്റെ അപകടകരമായ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചൊന്നും പറയാതെ ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാത്തിൻ്റെയും പിന്നിലെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന പരിക്ക് യഥാർത്ഥത്തിൽ ആർക്കാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ചിലപ്പോൾ താൽക്കാലികമായ ചില രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാൻ സാധിച്ചേക്കാം, പക്ഷേ ആത്യന്തികമായി അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക എന്ന് തിരിച്ചറിയുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് സാധിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നിങ്ങൾക്ക് മാർക്കറ്റിൽ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഭരണഘടനയാണ്. IPHന്റെ ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ 30 രൂപയോ 40 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഭരണഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന.
ഇനി പൈസ കൊടുത്തു വാങ്ങാൻ കാശില്ല എങ്കിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സൈറ്റിൽ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന വായിക്കാൻ കഴിയും. വളരെ സുതാര്യമായ, ഒരു വിധത്തിലുള്ള നിഗൂഢതകളുമില്ലാത്ത, ഒരു വിധത്തിലുള്ള ആശയക്കുഴപ്പത്തിനും ഇടയില്ലാത്ത, വളരെ കൃത്യതയുള്ള ഒരാദർശ ഭൂമികയിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ക്രമത്തെ കൃത്യമായി വിലയിരുത്തി മനസ്സിലാക്കി ആ ജനാധിപത്യ ക്രമത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ സുതാര്യമായി നിർവഹിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 75 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്ന് ആ പ്രസ്ഥാനത്തെ കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരാക്രമങ്ങളിൽ പിടിക്കപ്പെട്ട, ഏതെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയ, ഈ രാജ്യത്ത് കലാപമുണ്ടാക്കുന്ന, ഈ രാജ്യത്ത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അപകടം നിറഞ്ഞ പരാമർശങ്ങൾക്ക് വിധേയമായ പ്രസ്ഥാനമാണോ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് അറിയാത്തവരാണോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം വളരെ വ്യക്തമാണ്. അതിന്റെ സമ്മേളനം, അതിന്റെ ഒരു മേഖലാ സമ്മേളനം 1947 ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് ബീഹാറിൽ വെച്ചുകൊണ്ട്, പറ്റ്നയിൽ വെച്ചുകൊണ്ട് നടന്നപ്പോൾ ആ പാറ്റ്നയിലെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ചില ആളുകൾക്കൊക്കെ കലിപ്പുണ്ടായി. എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിന്റെ സമ്മേളനത്തിൽ നിങ്ങൾ എന്തിന് പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഈ രാജ്യത്തുള്ള എന്നല്ല ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും അദ്ദേഹം പത്രത്തിലൂടെ ഒരു കുറിപ്പ് കൊടുത്തുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ആ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതൊരു പറ്റം സാധുക്കളുടെ സമ്മേളനമാണ്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ പരമസാധുക്കളല്ല, ഭിക്ഷയാചിക്കുന്ന സാധുക്കളല്ല, മറിച്ച് ഈ രാജ്യത്ത് ധാർമ്മികതയുടെയും സദാചാരത്തിന്റെയും ഉജ്ജ്വലമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഈ രാജ്യത്തിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നന്മയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരുടെ സമ്മേളനത്തിലേക്ക് ഇനിയും തന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ കാൽനടയിട്ടാണ് ആ സമ്മേളനത്തിൽ പോകേണ്ടി വന്നാൽ കാൽനടയായിട്ടാണെങ്കിലും ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷിന്റെ സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യമില്ല, പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യമില്ല, റിയാസിന്റെ സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യമില്ല. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ഈ രാജ്യത്ത് അങ്ങനെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഭീകരവാദം പറയുന്ന, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദം പറയുന്ന, ജമാഅത്തെ ഇസ്ലാമിക്കാർ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന, ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന് പറയുന്നവരുടെ രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരെ നിന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ? 1942 ക്വിറ്റ് ഇന്ത്യ സമരം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ വിരുദ്ധ, അല്ലെങ്കിൽ അത് നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? എന്താണ് കൽക്കട്ട തീസിസ് എന്ന് പറഞ്ഞാൽ? BT രണദിവേ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയിലൂടെ ഉണ്ടായ ഈ കൽക്കട്ട തീസിസ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് സായുധ സമരത്തിലൂടെ മാത്രമേ ഒരു വിപ്ലവം സാധ്യമാവൂ എന്ന് ഈ രാജ്യത്ത് പറഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഭീകരവാദത്തിന്റെ പാറ്റന്റ് പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി വരുന്നത് എന്ന വൈരുദ്ധ്യം ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമില്ല. കൽക്കട്ട തീസിസിലൂടെ, പ്രത്യേകിച്ച് ഇവിടെ തെലങ്കാനയിൽ നടന്നുകൊണ്ടിരുന്ന സമരം സായുധ സമരമായിരുന്നു. ആ സായുധ സമരത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് CPM-ന്, ഇടതുപക്ഷത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സായുധ സമരത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന തീസിസ് ഉണ്ടാക്കിയവരവർ. ആ തീസിസിനെ മുന്നിൽ വെച്ചുകൊണ്ട് 2 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിച്ചിട്ടില്ലേ? ആ പാർട്ടിക്കാരാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഭീകരവാദം പറയുന്നത്. അവരാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദം പറയുന്നത്.
എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നട്ടാൽ മുളക്കാത്ത നുണകൾ എന്നതിൽ കവിഞ്ഞ മറുപടിയൊന്നും അതിന് പറയാൻ പറ്റൂല. പച്ചക്കള്ളം നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് ഗീബൽസ് പറഞ്ഞതുപോലെ നുണകൾ നിരന്തരമായി ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമായി മാറിയേക്കാമെന്ന ആ കണക്ക് കൂട്ടലുകളിൽ നിരന്തരമായ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ സത്യമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ CPM മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ട് അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് CPM പോകുന്നത്. ഒന്ന്, 2025 നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണം. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും അധികാരത്തിൽ വരണം. ഇതിൽ കവിഞ്ഞ് വേറൊരു താല്പര്യമില്ല. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിന് സംരക്ഷണം വേണം. പിണറായി വിജയന്റെ കുടുംബത്തിന് സംരക്ഷണം വേണം. കാരണം കുടുംബം ഇന്ന് പിന്നെ എന്താ പറയുക, ഡെമോക്രസിന്റെ വാള് തൂങ്ങിക്കിടക്കുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ സംഘപരിവാറിന്റെ ഏറ്റവും പിടുത്തം ഏത് സന്ദർഭത്തിലും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബം സംരക്ഷിക്കപ്പെടണം. ഇതിൽ കവിഞ്ഞുകൊണ്ട് മറ്റൊരു താല്പര്യവുമില്ലാതെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന CPM മുന്നോട്ട് പോകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കുതിര കയറിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ ഇന്ത്യ, കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് ഒരാദർശ ഭൂമിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ആ ആദർശ ഭൂമിക പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ട ആദർശമാണ്. ഖുലഫാഉർ റാഷിദുകൾ എന്ന് പറയുന്ന ഖലീഫമാരിലൂടെ ഈ ലോകത്ത് പരിചയപ്പെട്ട ആശയമാണ്. ആ ഖലീഫമാരെ കുറിച്ചും ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ത്യ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുമുള്ള പരാമർശവും ഇതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അത് കേവലം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയല്ല, മറിച്ച് ഈ രാജ്യത്ത്, ഈ ലോകത്തുണ്ടായിരുന്ന ഖലീഫമാർ എന്ന് പറഞ്ഞാൽ ആ ഖലീഫമാർ ഈ ലോകത്തുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് നീതിയും ധർമ്മവും സത്യവും ഒക്കെ ആഗ്രഹിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന, ലോകത്തിന്റെ റോൾ മോഡലുകളായി ഭരണം നടത്തിയ ഭരണാധികാരികളാണ് യഥാർത്ഥത്തിൽ ഖലീഫമാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് രാമരാജ്യത്തിന് വേണ്ടി നിരന്തരമായി വാദിച്ച ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്, ഉമറിന്റെ ഭരണത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, അഥവാ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകൂടത്തിൽ, ഖുലഫാഉർ റാഷിദുകളുടെ കൂട്ടത്തിൽ ദീർഘകാലം 10 വർഷത്തിലധികം ഭരണം നടത്തിയ, ലോകത്തിൽ നീതി എന്ന് പറയുന്ന രണ്ടക്ഷരം പരിചയപ്പെടുത്തിയ മഹാനായ ഭരണാധികാരിയുടെ ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ത്യ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയല്ല, മറിച്ച് ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ, ഇസ്ലാമിക സമൂഹവും മുസ്ലിം ഉമ്മത്തുമൊക്കെ ആദരിക്കുന്ന എന്നല്ല ഈ ലോകത്തുള്ള മനുഷ്യരായ നന്മേച്ചുക്കളായ മുഴുവൻ ആളുകളും വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഈ ഖലീഫമാരെ കുറിച്ച് പോലും ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു ആദർശമുണ്ട്. ആ ആദർശം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ നന്മ പകരുവാൻ ദൈവികമായ താല്പര്യങ്ങൾ ഈ ലോകത്ത് ആത്മാർത്ഥമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു ഭരണമാവില്ല, ഒരു സംവിധാനമാകില്ല എന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രവാചകന്മാരിലൂടെ, ഖലീഫമാരിലൂടെ, ആ ഭരണ സംവിധാനത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്ത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഉണ്ടാക്കിയ ഒരു ഇസ്ലാമികമായ ഭരണമുണ്ട്. ആ ഭരണത്തിൽ 15% മാത്രം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ബാക്കി 85% വരുന്ന ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മജൂസികളെയും മുശ്രിക്കുകളെയും മതമുള്ളവരെയും മതമില്ലാത്തവരെയും എല്ലാവരെയും ചേർത്തുകൊണ്ട് ലോകത്തിലെ ഒന്നാമത്തെ ഭരണഘടന, 52ഓളം വരുന്ന വകുപ്പുകളുള്ള എഴുതപ്പെട്ട ലോകത്തിന്റെ ഒന്നാമത്തെ ഭരണഘടന ഈ ലോകത്തിന് സംഭാവന ചെയ്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ജീവിത പദ്ധതിയുടെ ഭാഗമായ ഒരു രാഷ്ട്രീയ ഘടനയുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ഘടന ഈ ലോകത്തിന് ഒരിക്കലും അപകടമുണ്ടാക്കുന്നതല്ല. നീതിയും ധർമ്മവും സത്യവുമൊക്കെ ഈ ലോകത്തിന് പരിചയപ്പെടാനും മനസ്സിലാക്കുവാനും എല്ലാ നിലക്കും കഴിയുന്ന ഒരു രാഷ്ട്രീയ താല്പര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ഭരണ സംവിധാനം മുന്നോട്ട് വന്നതെങ്കിൽ അത് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യപ്പറ്റുള്ള നന്മേച്ചുക്കളായ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വംശീയതയുടെയും അനീതിയുടെയും എല്ലാ അജണ്ടകളും നിരന്തരമായി പുറത്തെടുത്തുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ ലാഭം നേടിയെടുത്തുകൊണ്ട് അധികാരത്തിന്റെ കസേരകളിൽ ഇരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഭരണാധികാരികൾ ജനവിരുദ്ധമായ ഭരണങ്ങൾ കൊണ്ട് നിരന്തരമായി ആളുകളെ പ്രയാസപ്പെടുത്തുമ്പോൾ ഖലീഫമാരുടെ ഭരണം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്.
പ്രവാചകന്മാർ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയ ആ സംവിധാനം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ജമാഅത്തെ ഇസ്ലാമിയും ആഗ്രഹിക്കുന്നത് അതിൽ കവിഞ്ഞ മറ്റൊന്നുമല്ല. അതല്ലാതെ മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ പറയുന്ന തിയോക്രസി ഉണ്ടല്ലോ, ആ തിയോക്രസി ലോകം ഒരു കാലത്ത് അനുഭവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അഥവാ മതമേലധ്യക്ഷന്മാരുടെ കണ്ണിൽ ചോരയില്ലാത്ത ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി പരിക്ക് പറ്റിയ നിരപരാധികളായ ധാരാളം മനുഷ്യന്മാരുണ്ട്, കൊല ചെയ്യപ്പെട്ട ധാരാളം മനുഷ്യരുണ്ട്, ജയിലിലടക്കപ്പെട്ട പീഡിതരായ ധാരാളം ജനങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന മതരാഷ്ട്ര മതമല്ല, ആ തിയോക്രസി അല്ല, മറിച്ച് തിയോ ഡെമോക്രസി എന്ന് പറയാൻ പറ്റുന്ന ജനാധിപത്യത്തിന്റെ എന്തെല്ലാം മൂല്യങ്ങളുണ്ടോ മതേതര സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നമ്മൾ മതേതരത്വത്തെ കുറിച്ച് പറയുമ്പോൾ ആ മതേതരത്വത്തിന് എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടോ ആ സങ്കല്പങ്ങളെല്ലാം ഉൾച്ചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ദൈവികമായ നീതിയുടെയും ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് ഒരു സംവിധാനം ഈ ലോകത്തുണ്ടായി കഴിഞ്ഞാൽ അത് മനുഷ്യ നന്മക്ക് ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമായി മാറുകയില്ല എന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ദീർഘകാലമായി പ്രായോഗികമായി തെളിയിച്ച ഒരു കാര്യമാണ്. എന്നാൽ കമ്മ്യൂണിസം എന്താണ്? കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണ്? തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ തന്നെ ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തോട് നിരന്തരമായി ഏറ്റുമുട്ടുന്ന ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റത്തെ ബൂർഷാ സംവിധാനമാണ്. ഇവിടെയുള്ള സാമ്പത്തിക സംവിധാനം ബൂർഷാ സംവിധാനമാണ്. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ബൂർഷാ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ഒരു അജണ്ട, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഭരണഘടനയിൽ കൃത്യമായി എഴുതി വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് CPM പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ CPMന്റെ കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രത്തിൽ നന്മയുടേതായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന എന്തെല്ലാമാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. 9 കോടിയിലധികം വരുന്ന ജനങ്ങളെ യമപുരിയിലേക്ക് അയച്ച പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് കമ്മ്യൂണിസം എങ്കിൽ നമുക്കറിയാമല്ലോ. റഷ്യയിൽ, അതേപോലെ തന്നെ ചൈനയിൽ, കംബോഡിയയിൽ, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭരണം നടത്തിയ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളാൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം ഒരുപക്ഷെ നമുക്ക് കണക്കാക്കാൻ സാധിക്കാത്തത്ര വലുതാണ്. സ്റ്റാലിൻ എന്ന് പറയുന്ന, ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന റഷ്യയിലെ ഏകാധിപതിയായ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 4.5 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടേതിനേക്കാൾ അധികം ജനങ്ങൾ കൊല ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ പേരാണ് ജോസഫ് സ്റ്റാലിൻ. അതേപോലെ തന്നെ കംബോഡിയയിലെ പോൾപോട്ട് ഭരണാധികാരി 85 ലക്ഷം വരുന്ന നിരപരാധികളായ മനുഷ്യരെയാണ് കൊല വിളിച്ചുകൊണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ജനങ്ങൾ ഈ രാജ്യത്തിന് അധികമാണ് എന്ന് പറഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു മരത്തിൽ അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിൽ 2 കാലുകൾ പിറകിൽ പിടിച്ചുകൊണ്ട് തലക്കടിച്ചു കൊന്ന പോൾപോട്ട് എന്ന് പറയുന്ന ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ ആദർശമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് കമ്മ്യൂണിസം ആയിരുന്നു, അതിൻ്റെ പേര് മാർക്സിസം ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ഇങ്ങനെയുള്ള പാരമ്പര്യമുള്ള ലോകത്ത് അത്യധികം അപകടകരമായ ഒരുപാട് ചരിത്രങ്ങൾ ഈ ലോകത്തിന് സംഭാവന നൽകിയ പാരമ്പര്യമുള്ള ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ ഇതുപോലെയുള്ള നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ പറയുന്നത് ഇത് വലിയ അപകടം പിടിച്ച പ്രചരണമാണ്. ഇത് CPM തിരിച്ചറിയണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. CPM ഇത് എത്ര പെട്ടെന്ന് തിരിച്ചറിയുമോ അത്രയും നല്ലതാണ്. നേരത്തെ ഇവിടെ ഷാക്കിർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ CPMനെതിരെ ക്യാമ്പയിൻ നടത്തേണ്ട ഒരു സന്ദർഭമല്ല ഇത് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് സ്റ്റേജ് കെട്ടിപ്പിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുകയാണ്. CPMനെതിരെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് CPMനെ ഈ രാജ്യത്തിൽ നിന്ന് എന്നേക്കുമായി കെട്ടുകെട്ടിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒട്ടുമേ ആഗ്രഹമില്ല. മറിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ക്രമം സംരക്ഷിക്കുന്നതിൽ, ഈ രാജ്യത്തിന്റെ മതേതര സംവിധാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ, ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുന്നതിൽ CPMനും അതിൻ്റെതായ പങ്ക് നിർവഹിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. യാതൊരു സംശയവുമില്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 30 വർഷക്കാലം മാത്രമല്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രസ്ഥാനമല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ വ്യവസ്ഥാപിതമായ സംവിധാനമുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യ മുന്നണിക്ക് ജമാഅത്തെ
ഇസ്ലാമിയുടെ വോട്ട് കൊടുക്കുമ്പോൾ അതിൽ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. രാജസ്ഥാനിലെ സിക്കർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ അവിടെയുള്ള ഇടതുപക്ഷ CPM-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടുകൂടിയാണ് സിക്കറിൽ CPM-ന്റെ സ്ഥാനാർത്ഥി MP ആയിക്കൊണ്ട് പാർലമെന്റിൽ വന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഡിണ്ടിഗഡിലും അതേപോലെ തന്നെ പിന്നെ മധുരയിലും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് CPM-ന്റെ MP-മാർ അവർ അധികാരത്തിലും MP-മാരായിക്കൊണ്ട് പാർലമെന്റിൽ വന്നിട്ടുള്ളതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് CPM-നോട് വിരോധമൊന്നുമില്ല. CPM തകരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ നടത്തുന്ന പ്രചരണം കൊണ്ട് നിങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ തകരുന്നത് എന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ദൗത്യം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ രാജ്യത്തിന് വലിയ തോതിലുള്ള പരിക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമോഫോബിയെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിക്കൊണ്ട് ക്യാപിറ്റൽ ആക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതേ സംഘപരിവാറിൻ്റെ പാതയല്ല CPM കേരളത്തിൽ പിന്തുടരേണ്ടത്. മറിച്ച് നിങ്ങൾ ഈ രാജ്യത്തിന് ഈ നാടിന് ഗുണകരമായ ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കിക്കൊണ്ട് ഒരു തുടർ ഭരണത്തെക്കുറിച്ച് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കുക. അതിന് ന്യായമുണ്ട്. ആ ന്യായത്തോടൊപ്പം ഈ രാജ്യത്തുള്ള നാട്ടിലുള്ള ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു ന്യായം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ആ ന്യായമില്ലാത്തത് കൊണ്ടുകൂടിയാണ് അന്യായങ്ങളെ നിരന്തരമായി മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ രാഷ്ട്രീയ കാപട്യവുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇന്നലെയൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ അന്നു മുതൽ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഇവരൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആരോപണങ്ങളെല്ലാം അതിജയിച്ചുകൊണ്ട് ഇത്രയും ഇസ്ലാമിക പ്രസ്ഥാനം എത്തിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും ഈ പ്രസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ജനങ്ങളോടൊപ്പം നന്മയുടെയും നീതിയുടെയും സത്യത്തിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് ഒരുപാട് നന്മകൾ നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നന്മ ആഗ്രഹിക്കുന്ന ആളുകളുടെ പ്ലാറ്റ്ഫോമാണ് അത്. അതുകൊണ്ട് എന്ന വേദഗ്രന്ഥത്തിന്റെ അധ്യാപനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നന്മയുടെയും ധർമ്മത്തിന്റെയും മൂല്യത്തിന്റെയും അജണ്ടകൾ ഉൾക്കൊള്ളുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഈ കാലഘട്ടത്തിൽ അതിനപ്പുറം നിൽക്കുന്ന ആളുകളുടെ അജണ്ടകൾ തിരിച്ചറിഞ്ഞ് അവരെ പരാജയപ്പെടുത്തുവാൻ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നന്മേച്ചുക്കളായ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിൽ കേരളത്തിൽ CPM-നും ചിലത് ചെയ്യാൻ കഴിയും. അതിന് നിങ്ങൾ തയ്യാറാവണം, രംഗത്ത് വരണമെന്ന് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിവാദ്യങ്ങൾ ഈ സദസ്സിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.